കേരളത്തിന്റെ പ്രധാന നെല്ലറയായ പാലക്കാടൻ പാടശേഖരങ്ങൾ. പാലക്കാടൻ നെൽവയലുകളെ നനച്ചൊഴുകുന്ന ചിറ്റൂർ പുഴയുടെ നീർത്തടങ്ങളിലൊന്നായ മാഞ്ചിറയിലെ നെൽപ്പാടങ്ങളിൽ കതിരുകൾ കനം വച്ച് കൊയ്ത്തിന് തയ്യാറായി. ഇത് പാലക്കാടൻ പാടത്തെ ഒരു സാധാരണ കാര്യം. എന്നാൽ ഈ വയലേലകൾ നെഞ്ചേറ്റുന്ന അസാധാരണമായ മറ്റൊരു കാര്യമുണ്ട്. ഇത് ചിറ്റൂരിലെ വൈശാഖ്. ചെന്നൈയിലെ IIT-യിൽ MSc ഫിസിക്സ് പഠനം പൂർത്തിയാക്കവേ രാജ്യത്തെ മികച്ച ഒരു IT കമ്പനി ഈ ചെറുപ്പക്കാരനെ സ്വന്തമാക്കുകയായിരുന്നു. ഇത് തൃശൂർ പാവറട്ടിയിലെ രഞ്ജു. തൃശൂർ കേരളവർമ്മ കോളേജിൽ MSc മാത്സ് പഠനത്തെ തുടർന്ന് ഒരു വൻകിട ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ സെയിൽസ് മാനേജരായി സേവനമാരംഭിച്ചു. ഇത് പാലക്കാട് തച്ചേപ്പിള്ളിയിലെ വിനീഷ്. ചിറ്റൂർ സർക്കാർ കോളേജിൽ നിന്നും BCom നേടിയപ്പോൾ തന്നെ കോയമ്പത്തൂരിലെ ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലിയിൽ പ്രവേശിച്ചു. മൂവർക്കും ഉയർന്ന ജോലി, ഉയർന്ന വരുമാനം. ഇവരോടൊപ്പം ഇവരുടെ കുടുംബാംഗങ്ങളിലും പ്രതീക്ഷകളുടെ പ്രഭാതങ്ങൾ വിരിഞ്ഞു. പൊടുന്നനെയായിരുന്നു മൂവരും തങ്ങളുടെ മെച്ചപ്പെട്ട ജോലി ഉപേക്ഷിച്ച് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തിയത്. 3 യുവാക്കളും തങ്ങളുടെ കാർഷിക പൈതൃക സ്മൃതിയോടെ പാലക്കാടൻ പാടശേഖരത്തിലെ കറുത്ത മണ്ണിലേക്ക് കാലുകൾ പൂഴ്ത്തി. അധ്വാനത്തിന്റെ വേർപ്പ് മണികൾ വീഴ്ത്തി ആദായം നേടാനായി വയലിലേക്ക് വച്ച ആ ചുവടുകൾ ഏറെ സുദൃഢമായിരുന്നു. മാഞ്ചിറ പാടശേഖരത്തിലെ 20 ഏക്കർ വരുന്ന നെൽവയൽ പാട്ടത്തിനെടുത്ത് മൂവരും തങ്ങളുടെ കാർഷിക വൃത്തിയുടെ ആദ്യ പാഠം കുറിച്ചു. തങ്ങൾ പഠിച്ച ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ പിൻബലത്താൽ കൃഷിക്കായി ഇവർ യന്ത്രവൽകൃത കൃഷിരീതികൾ തന്നെ അവലംബിച്ചു. നിലം ഉഴുതുമറിച്ച് പദം വരുത്തി ഞാറ്റടി ഒരുക്കി നടീൽ യന്ത്രം ഉപയോഗിച്ച് ഞാറ് നട്ടു. നമ്മൾ ഈ കൃഷി ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് വീട്ടിൽ കൃഷിയുണ്ട്. പക്ഷെ അച്ഛൻ അത് പാരമ്പര്യമായിട്ട്, അല്ലെങ്കിൽ പരമ്പരാഗത രീതി എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ആധുനിക രീതിയിൽ സാധാരണ രാസവളം യൂറിയ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അച്ഛൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ഒരിക്കലും പുതിയൊരു ഈ രീതിയുമായിട്ട്, ജൈവ കൃഷി എന്നുള്ളൊരു സിസ്റ്റമായിട്ട് അച്ഛന് ഒരിക്കലും യോജിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വേറൊരു സ്ഥലത്ത് ഈ കൃഷി ചെയ്ത് വിജയിപ്പിച്ച് അച്ഛനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് പാട്ടത്തിനായിട്ട് ഒരു സ്ഥലം അന്വേഷിച്ചു. അങ്ങനെയാണ് ഇവിടെ ചിറ്റൂർ മാഞ്ചിറയിൽ ഈ 17.5 ഏക്കറോളം വരുന്ന ഈ സ്ഥലം കണ്ടെത്തുകയും അത് പാട്ടത്തിന് കൊടുക്കാനുണ്ടെന്ന് മനസ്സിലാക്കിയും അങ്ങനെ ഈ ഒരു 17.5 ഏക്കർ ഞങ്ങൾ ലീസിനെടുത്ത് കൃഷി ആരംഭിക്കുകയായിരുന്നു. കൃഷിയാണ് ഒരു ജീവിതത്തിലെ മഹനീയ വൃത്തി എന്ന് ഉദ്ഘോഷിക്കുന്ന ഭാരതീയ വേദാന്ത ദർശനത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഊർജതന്ത്ര ഗവേഷകൻ കൂടിയായ വൈശാഖ് ഈ മൂവർ കർഷക സംഘത്തിന് നേതൃത്വമേകുമ്പോൾ ഒരു നിശ്ചയദാർഢ്യം കൂടിയുണ്ടായിരുന്നു. ജൈവ കൃഷി രീതിയിലൂടെ തങ്ങൾ നേടുന്ന കാർഷിക വിജയം സ്വന്തം കുടുംബത്തിനെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തണമെന്ന ഇച്ഛാശക്തി. ഇവിടെ കൃഷി ചെയ്യുന്ന വിത്തുകൾ, നെല്ല് എല്ലാം തന്നെ നാടൻ വിത്തിനങ്ങളാണ്. കൊടുകണ്ണി, കട്ടമുണ്ടൻ, നവര, പൊന്നാര്യൻ അങ്ങനെയുള്ള നാടൻ വിത്തുകളാണ് ഞങ്ങൾ ഇതുവരെ കൃഷി ചെയ്തിട്ടുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാവുന്നത്, രാസ കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സാധാരണ കൃഷി ചെയ്യുമ്പോൾ കർഷകന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രോഗബാധകളാണ്. ഇപ്പം നാടൻ വിത്തിനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് രോഗബാധകൾ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രോഗപ്രതിരോധ ശേഷി നമ്മുടെ നാടൻ വിത്തിനങ്ങൾക്കുണ്ട്. പാലക്കാടൻ മണ്ണിൽ നൂറുമേനി വിളഞ്ഞിരുന്ന പരമ്പരാഗത വിത്തിനങ്ങളായ കട്ടമുണ്ടൻ, നവര, കൊടുകണ്ണി, രക്തശാലി, മഹാമായ, പൊന്നാര്യൻ എന്നീ വിത്തിനങ്ങളാണ് ഈ ചെറുപ്പക്കാർ വിളവിറക്കിനായി തിരഞ്ഞെടുത്തത്. മികച്ച ഉൽപാദനശേഷിയും രോഗപ്രതിരോധ ശേഷിയും ഈ വിത്തിനങ്ങൾക്കുണ്ടെന്നും ഇവർ കണ്ടെത്തുകയായിരുന്നു. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. നമുക്ക് മെഷീനറീസും പിന്നെ അതുപോലെ പണിക്കാർക്കുള്ള കൂലി, അങ്ങനെയുള്ള കൃഷി ഇറക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചെലവുകളെല്ലാം
നമുക്ക് ആദ്യം ഒരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ നല്ലവരായ ഒരുപാട് സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഇപ്പം ഇന്നുള്ള സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് വഴി നമുക്കുണ്ടായിട്ടുള്ള ഒരുപാട് പ്രോത്സാഹനങ്ങളും ആ സുഹൃത്തുക്കൾ തന്നിട്ടുള്ള ധനസഹായവും അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഈ നിലയിലെത്തിച്ചത്. ഔദ്യോഗിക സേവനം വിട്ടിറങ്ങിയ മൂവർക്കും കൃഷി ചെലവിനുള്ള പണം കണ്ടെത്തുക എന്നത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ ഒരു നിമിത്തം പോലെ ഇവരുടെ ആവശ്യം അടുത്തറിഞ്ഞ സോഷ്യൽ മീഡിയയിലെ കൂട്ടുകെട്ട് സഹായകരങ്ങളുമായി ഇവരെ തേടിയെത്തി. വൈറ്റ് കോളർ ജോലി വലിച്ചെറിഞ്ഞ് സ്വന്തം മണ്ണിനെ സ്നേഹിക്കുകയും കൃഷിയെ ആരാധിക്കുകയും ചെയ്യുന്ന ഇവരുടെ കർമ്മപഥങ്ങളെ മലയാള മണ്ണിന്റെ ഊർവരതയെ അകലെ നിന്നും മാത്രം നോക്കിക്കാണാൻ വിധിക്കപ്പെട്ട ഒട്ടേറെ മലയാളികൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയായിരുന്നു. 25ഓളം കൂട്ടുകാർ 3 ലക്ഷത്തിലേറെ രൂപ തങ്ങളുടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്ക് നൽകി അവരുടെ കാർഷികോദ്യമത്തിന് വിജയാശംസകളേകി. ആ നിസ്തൂല സഹകരണം ഏറ്റുവാങ്ങി വൈശാഖും രഞ്ജുവും വിനീഷും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ കാർഷിക ആഹ്ലാദത്തിന്റെ പച്ച പൂമ്പട്ടു തന്നെ വിരിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ട ഈ ഒരു കൊച്ചു സ്ഥലത്ത് നമ്മൾ ഈ തൊഴുത്ത് പണിയും 2 നാടൻ പശുക്കളെ നമ്മൾ കോൾമന്നം ചന്തയിൽ പോയി അവിടെ പശുവിനെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവർ മാംസവിലയ്ക്ക് അറക്കാൻ കൊണ്ടുവന്ന പശുക്കളായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ മേടിച്ചു കൊണ്ടുവന്ന് ഈ നിൽക്കുന്ന പശുക്കളെ നമ്മളിവിടെ ഇതിൻ്റെ ചാണകം ഉപയോഗിച്ചാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചത്. ജൈവ വളപ്രയോഗം മാത്രം അവലംബിച്ചു പോരുന്ന ഈ യുവ കർഷകർ ഇതിനായി പശുക്കളിലെ കാങ്കയം, ഉംബ്ലാശ്ശേരി എന്നീ തനി നാടൻ ഇനങ്ങളെ വാങ്ങി പരിപാലിച്ചു. ഇവയുടെ ചാണകവും മൂത്രവും കലർത്തിയ ജീവാമൃതം എന്ന ജൈവവളമാണ് ഇവർ വയലിൽ പ്രയോഗിക്കുന്നത്. ഈ കൃഷിയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സംഗതിയാണ് ജീവാമൃതം എന്ന് പറയുന്നത്. ജീവാമൃതത്തിന്റെ നിർമ്മാണ രീതി അത് നാടൻ പശുവിന്റെ ഇൻഡിജീനിയസ് വിഭാഗത്തിൽപ്പെടുന്ന പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 200 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബാരലാണ്. ഇതിലാണ് നമ്മൾ ഓരോ കണ്ടങ്ങളിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഇതിൽ ജീവാമൃതം നിർമ്മിക്കാറ്. അതിന് നമുക്ക് വേണ്ടത് 10 കിലോ ചാണകവും 10 ലിറ്റർ ഗോമൂത്രമാണ്. ഈ 10 കിലോ ചാണകം ഇതിലെ ബാരലിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ചാണകമിട്ട് മിക്സ് ചെയ്യുന്നു. അതിലേക്ക് ഇത് നാടൻ പശുവിന്റെ ചാണകമാണ്, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 കിലോ പയറുപൊടി, അത് ഇരട്ടപ്പരിപ്പുള്ള ഏതെങ്കിലും പയറിന്റെ പൊടി എന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് പയറോ അല്ലെങ്കിൽ മുതിരയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ 2 കിലോ മധുരമുള്ള ഒന്നുകിൽ ശർക്കര അല്ലെങ്കിൽ ഏതെങ്കിലും പഴങ്ങൾ അതും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 10 ലിറ്റർ ഗോമൂത്രം ഒഴിക്കുന്നു. ഇതിനെ പിന്നീട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം 200 ലിറ്റർ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് 48 മണിക്കൂർ എടുത്തു വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓരോ ദിവസവും 2 ദിവസമാണ് അതിൻ്റെ കാലാവധി എടുത്തു വെക്കുന്നത്. ഓരോ ദിവസവും 3 നേരം അത് ഉണങ്ങിയ വടി ഉപയോഗിച്ചിട്ട് അതിനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് 2 ദിവസം കഴിയുമ്പോൾ അതെടുത്ത് പാടത്ത് നേരിട്ട് അപ്ലൈ ചെയ്യാണ്. അത് വെള്ളമുള്ള സമയത്ത്, പാടത്ത് വെള്ളം നനവ് നിലനിൽക്കുന്ന സമയത്ത് മാത്രമാണ് ജീവാമൃതം ഉപയോഗിക്കുന്നത്. കാരണം അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമാണ് അതിൻ്റെ 100% എഫക്റ്റ് നമുക്ക് ആ പാടത്തുണ്ടാവുകയുള്ളൂ. അതുപോലെ ഇതിൽ ഇത്രയും മിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ പാടത്തു നിന്നുള്ള ഒരു പിടി മണ്ണ്, അത് വരമ്പിലെ മണ്ണാണ് നമ്മൾ എടുക്കാറ്. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു തിയറിയിൽ പറയുന്നത്. വരമ്പിൽ നിന്നുള്ള ഒരു പിടി മണ്ണ് കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. കാർഷിക യന്ത്രങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കാതെ വരുന്ന പാടഭാഗങ്ങളിൽ മറ്റു തൊഴിലാളികൾക്കൊപ്പം വൈശാഖും രഞ്ജുവും വിനീഷും കൃഷിപ്പണികളിൽ പങ്കാളികളാകുന്നു. ആദ്യ വർഷ വിളവെടുപ്പിലെ മികച്ച കാർഷിക വിജയം ഈ മൂവർ സംഘത്തിന് ഏകിയ ആനന്ദവും ആത്മധൈര്യവും ചെറുതായിരുന്നില്ല. മാക്സിമം നമ്മൾ ഓരോ വർഷവും പഠിച്ച് അതിൻ്റെ ചിലവ് എങ്ങനെ ചുരുക്കാമെന്നുള്ളതേ ആദ്യത്തെ ഓപ്ഷനുള്ളൂ. ജൈവകൃഷി ആയതുകൊണ്ട് തന്നെ എവിടെയൊക്കെ പാഴ്ചെലവുകളായിട്ടും അല്ലെങ്കിൽ കൂടുതലായിട്ട് ചിലവുകൾ വരുന്നു അതിന് കുറച്ച് അതിലൂടെയുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ഗ്രാജുവലി മണ്ണ് ഫലപുഷ്ടിയാകുന്നതോടൊപ്പം അല്പം അതിൻ്റെ റേഷ്യോയിൽ മാറ്റം വന്ന് വിളവ് കൂടാനുള്ള സാധ്യതകൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ലൈവ് ഐറ്റംസിന് പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ പ്രോഫിറ്റ് വെച്ചുകൊണ്ട് മാത്രമാണ് കൃഷിയെ നിലനിർത്തുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഇതുപോലുള്ള ലൈവ് ഐറ്റംസിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിലേക്ക് നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കൃഷിയുടെ നിലനിൽപ്പിനും ബേസാണ്. അത് രണ്ടും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അത് പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ 3 പേരുടെ നിലനിൽപ്പും ഈ കൃഷിയുടെ ജൈവ കൃഷിയുടെ നിലനിൽപ്പും ആ ഒരു ഇത് എത്രത്തോളം മാർക്കറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ മാർജിനിൽ കൊണ്ടുവരാൻ പറ്റുമോ അതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളിൽ പോകുന്നത്. എന്തായാലും ഞങ്ങളൊരു 5 വർഷത്തെ കാലം എന്തായാലും മനസ്സിൽ കണ്ടിട്ടാണ് ജൈവ കൃഷി അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ചിറ്റൂർ മാഞ്ചിര പാടശേഖരത്തിലെ ഈ പുത്തൻ യുവ കർഷകരുടെ 2ാം വർഷ വിളവെടുപ്പ് കാലം. 10 ഏക്കറിലെ കട്ടമുണ്ടൻ, 4 ഏക്കറിലെ കൊടുകണ്ണി, 2 ഏക്കറിലെ നവര, 2 ഏക്കറിലെ പൊന്നാരിയൻ, 1.5 ഏക്കറിലെ രക്തശാലി എല്ലാപേരും ഇക്കുറിയും നല്ല വിളവ് തന്നെ തങ്ങളുടെ അഭ്യസ്ത വിദ്യരായ യുവ കർഷകർക്ക് നൽകി. പാരമ്പര്യ കൃഷി രീതിയോടൊപ്പം തന്നെ നമ്മൾ കൂടുതലായിട്ട് മെഷീനറീസിനെ ഉപയോഗിച്ചുകൊണ്ട് മെക്കനൈസേഷൻ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഈ കൂലിച്ചെലവ് കുറയ്ക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ആയാലും കളപറിക്കുന്നതായാലും അതുപോലെ കൊയ്യുന്നതായാലും അതെല്ലാം മെഷീനറീസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇടവേളകളിലുള്ള കൃഷി നമ്മളുടെ പാടത്തുള്ള വരമ്പുകളിൽ പൂക്കൃഷി, അതുപോലെ പയറ്, വെണ്ട അതുപോലുള്ള കൃഷികൾ ചെയ്തിട്ട് അതിൽ നിന്നുകൂടെ വിഭവസമാഹരണം നടത്താനുള്ള ഒരു ശ്രമം ഞങ്ങൾ ഈ കഴിഞ്ഞ ഇതിൽ നടത്തിയിരുന്നു. അതിലൊക്കെ നല്ല വിജയമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം അടുത്ത സമയത്ത് കൂടുതലായിട്ട് പൂക്കൃഷി അതുപോലെ പച്ചക്കറി കൃഷിയൊക്കെ വരമ്പുകളിൽ നമുക്ക് വേറൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതും കൂടെ ഇതിൻ്റെ കൂടെ ചേരുന്ന സമയത്ത് കൃഷി അതിൻ്റെ ഒരു പ്രോഫിറ്റിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൊയ്ത്തിലും മെതിയിലും പദം പാറ്റലിലും പൊലി അളക്കലിലും നെൽ സംഭരണത്തിലുമെല്ലാം കൈമെയ് മറന്ന് പങ്കെടുത്ത് ഈ മൂവർ സംഘം കൊയ്ത്തുത്സവത്തെ തങ്ങളുടെ ഹൃദയോത്സവമാക്കി മാറ്റുന്നു. ശാസ്ത്രീയമായ വീക്ഷണവും സാമൂഹികമായ ഉപഭോക്തൃ താൽപര്യങ്ങളും ഈ കർഷകരെ മറ്റൊരു ചിന്തയിലേക്കും നയിച്ചു. അതിലൊന്നായിരുന്നു ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തനിനാടൻ നെല്ലിനങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം. ഇന്ന് നെല്ല് വിൽപ്പനയിലെ ആദായം കൂടാതെ അനുബന്ധ ഉൽപ്പന്നങ്ങളായ അവിൽ, അരിപ്പൊടി, അരിയുണ്ട, കൊണ്ടാട്ടം, ചമ്മന്തിപ്പൊടി തുടങ്ങിയവയിൽ നിന്നുള്ള ആദായവും ഇവരിലേക്കെത്തുന്നു. ഒരു കാലത്ത് മലയാളികൾക്കേറെ പ്രിയപ്പെട്ടതും ഇന്ന് അപൂർവവുമായ പരമ്പരാഗത അരിപ്പൊടി മധുര പലഹാരങ്ങൾ തയ്യാറാക്കി വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാർ. ഇതിന്റെ ആദ്യപടിയായി ഇവർ തയ്യാറാക്കിയ ബർഫി ഒരു ഗതകാലത്തിന്റെ മാധുര്യമണിഞ്ഞ് വിപണിയിലേക്ക് എത്തിത്തുടങ്ങി. ഈ ജൈവകൃഷി നടത്തുന്ന വൈശാഖും ഞാനും ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ചിരുന്നതാണ്. ഞാൻ ആർമിയിൽ വർക്ക് ചെയ്യുക. ഞാനൊരു പ്രാവശ്യം ലീവിന് വന്ന സമയത്താണ് വൈശാഖ് ഈ ജൈവകൃഷിനെ കുറിച്ച് എന്നോട് പറയുന്നത്. ആദ്യം ഈ ആശയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് ഈ ജൈവകൃഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ ശേഷം ഞാനും ഈ സംരംഭത്തിന് ഒന്ന് സഹായിക്കാമെന്ന് കരുതി. ഇവരുടെ ആദ്യ സംരംഭത്തിന് ഞാനും എൻ്റേതായി കഴിയുന്ന ധനസഹായമൊക്കെ നൽകി. പിന്നീട് ലീവിന് വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാനിവരെ സഹായിക്കുന്ന രീതിയിൽ എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന നിലയ്ക്ക് ഇവരിതിന് നെല്ല്, പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന അരിയുണ്ട, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ ചോദിക്കാൻ തന്നെ തരുന്ന. പിന്നെ ഇത് ഇനിയും ഇതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എൻ്റെ താല്പര്യം. അതിനും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ സഹായങ്ങൾ ഞാനും ചെയ്യുന്നതാണ്. മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കർഷക മനസ്സുണ്ട് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഈ യുവ കർഷകർക്ക് ലഭിച്ച ധനസഹായം. ഞാൻ ഈ കൃഷിൻ്റെ ഉടമയിലെ മൂത്തവരാണ്. അപ്പോൾ ഞാൻ ഈ ജന്മം മുതൽ ഈ ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഭൂമി വലിയച്ഛനും ഞങ്ങളുമായിട്ട് പകുതിയും പകുതിയായിട്ട് 30 ഏക്കറോളം സ്ഥലം കൈകാര്യം ചെയ്തതാണ്. അപ്പോൾ ഈ സ്ഥലം ഞങ്ങൾ വലിയച്ഛനും ഞങ്ങളുമായിട്ട് പങ്കി, അതിനുശേഷം സഹോദരങ്ങളായി പങ്കി വരുമ്പോൾ ഈ സ്ഥലം മുഴുവനും പീസായിട്ട് ചെറിയ പീസുകളായിട്ട് പോകുമ്പോൾ ഈ കൃഷിയുടെ വരുമാനം കുറവായി തുടങ്ങി. അപ്പം ഈ 2-3 ചെറുപ്പക്കാർ ഇത് ഏറ്റെടുത്ത് മൊത്തമായിട്ട് ചെയ്യുക, ഈ വളം ഞങ്ങൾ ലാഭം ഉണ്ടാക്കി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വരുമ്പോൾ അവർ സഹകരിച്ചുകൊണ്ട് അവർ പറയുന്ന രീതിയിൽ അവരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ ഈ ജൈവകൃഷി അത് ലാഭമാണ് എന്ന് തെളിയിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വിളയെടുത്താൽ അത് ലാഭം എത്രയുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗ്രൂപ്പ് ഫാമിംഗ് ആയതുകൊണ്ട് വെള്ളത്തിനും മറ്റു കാര്യത്തിനും ആരും
ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിലാണ് ഇപ്പോൾ ഇവർ ഇട്ടുകൊണ്ട് പോണത്. 30 ഏക്കർ വരുന്ന തന്റെ കൃഷിഭൂമിയിലെ 20 ഏക്കറാണ് നിലമുടമയും കർഷകനുമായ വിശ്വനാഥൻ വൈശാഖിനും രഞ്ജുവിനും വിനീഷിനുമായി പാട്ടകൃഷിക്ക് നൽകിയത്. മണ്ണിന്റെ ഫലപുഷ്ടി ചോരാതെ കൃഷിയെ സംരക്ഷിച്ച് ലാഭകരമാക്കി മുന്നോട്ടു പോയാൽ ഇനിയും ഭൂമി ഈ ചെറുപ്പക്കാർക്ക് നൽകുന്നതിൽ വിശ്വനാഥന് ഏറെ സന്തോഷം. മണ്ണും വിളയും മനസ്സിലേറ്റിയ ഈ യുവാക്കൾ എന്നും കാർഷിക വിജയം കൊയ്യുമെന്ന് തന്നെയാണ് ഈ കർഷകന്റെ പ്രതീക്ഷ. ഞാനൊരു 4 വർഷം മദ്രാസിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിംഗപ്പൂരിലേക്ക് പോയി. അവിടെ ഒരു 10 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിലൊന്നും ഒരു മീനിങ് ഇല്ലാത്ത മാതിരി തോന്നി. പൈസയുടെ പുറകെ ഇങ്ങനെ ഓടുക എന്നല്ലാതെ ഇതിലൊന്നും ഒരു അർത്ഥമില്ലാത്ത മാതിരി തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ അരി അടക്കമുള്ള ആഹാര സാധനങ്ങളിലുള്ള വിഷത്തെ പറ്റിയിട്ടും ആ വിഷത്തിനെ തന്നെ കച്ചവടമാക്കിയിട്ട് കൂടുതൽ ആൾക്കാർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചില വാർത്തകളും ഇതൊക്കെ കണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേലക്കരയുടെ അപ്പുറത്ത് ഒരു ഭാഗത്ത് ഈ വിഷമില്ലാത്ത അരി മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. ആ പോസ്റ്റിൽ എൻ്റെ നാട് കാവശ്ശേരിയാണ്. അപ്പോൾ ആ കാവശ്ശേരിക്ക് ആ അരി സപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അതിനുള്ള ഒരു സംവിധാനമൊന്നുമില്ല, ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് അരി എടുക്കുകയാണെങ്കിൽ എടുക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു. ആ പർട്ടിക്കുലർ പോസ്റ്റിൽ ഒരു കമൻ്റ് ഇട്ട ആളാണ് ഇവിടുത്തെ രഞ്ജു. അങ്ങനെ രഞ്ജുവായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ പാലക്കാട് ഈ ഭാഗത്ത് ഞങ്ങൾ അടുത്ത ജൂൺ മുതൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെ രഞ്ജുവായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സംരംഭത്തിൽ കൂടെ ചേരാൻ തീരുമാനിക്കുകയായിരുന്നു. 4 വർഷം ചെന്നൈയിലും 10 വർഷം സിംഗപ്പൂരിലും ജോലി ചെയ്ത് അതിലെ അന്തസാര ശൂന്യമായ ജീവിതഗതിയെ തിരിച്ചറിഞ്ഞ് കൃഷിക്കളത്തിലേക്ക് എത്തിയ ചെറുപ്പക്കാരനാണ് സുധാകരൻ ഉണ്ണി. പാലക്കാടൻ വറുതിക്കാറ്റിലും വേനലിലും മഞ്ഞിലും മഴയിലും ഒട്ടും കൂസാതെ വയലേലകളിൽ കനകം വിളയിക്കുന്ന വൈശാഖിനോടും രഞ്ജുവിനോടും വിനീഷിനോടും കൂട്ടുചേർന്നതിൽ ഈ യുവാവിനും സംതൃപ്തി തന്നെ. അഭ്യസ്ത വിദ്യരായാൽ കാർഷിക മേഖലയോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഇന്നത്തെ നമ്മുടെ സാമൂഹിക ഘടനയിൽ വൈശാഖ്, രഞ്ജു, വിനീഷ് എന്നീ ചെറുപ്പക്കാർ വേറിട്ടു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാകുന്നു. വിഷമയമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ തങ്ങൾക്കും സമൂഹത്തിനും വേണമെന്ന ജീവിത ദർശനത്തെ മുറുകെ പിടിക്കുന്ന യുവാക്കൾ. ഇവരിൽ പതിക്കുന്ന വയൽച്ചെളിയും ഇവർ പാടത്തു തൂകുന്ന വിയർപ്പുതുള്ളികളും കാർഷിക കേരളത്തിനേകുന്നത് ഒറ്റപ്പെട്ട ഒരു കാർഷിക പോരാട്ടത്തിന്റെ സുഗന്ധമാണ്. പാലക്കാടൻ ചുരം കടന്നെത്തുന്ന മലങ്കാറ്റ് ആ സുഗന്ധം മലയാള മണ്ണിലാകെ പരത്തുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ചേർന്ന് നിങ്ങൾ KSF കുടുംബാംഗമായി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു പടിക്കെട്ടും കയറി അറിയേണ്ടതില്ല. ഊഷ്മളമായ ഒരു ഹസ്തദാനം പോലെ. KSF റിലയബിൾ കസ്റ്റമർ. KSF വിശ്വസ്തം, സുരക്ഷിതം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മെയ് 15 വരെ കർഷക രജിസ്ട്രേഷൻ വിവരങ്ങൾ പുതുക്കാം. കേര കർഷകർക്ക് കൽപ്പകശ്രീ ഡെബിറ്റ് കാർഡ്. വിശദമായ വാർത്തകളിലേക്ക്. 2012-13 ആരംഭിച്ച കർഷക രജിസ്ട്രേഷൻ പദ്ധതിയിൽ
18.7 ലക്ഷം കർഷകർ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു. കർഷക രജിസ്ട്രേഷൻ പദ്ധതിയിൽ നൽകിയ വിവരങ്ങൾ പുതുക്കുവാൻ കർഷകർക്ക് 2015 മെയ് 15 വരെ അവസരം നൽകുന്നു. കർഷകരുടെ ആധാർ നമ്പർ, ഫോട്ടോ, കൃഷിഭൂമിയുടെയും കൃഷിയുടെയും വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവ കർഷക ഡേറ്റാ ബാങ്കിൽ ചേർക്കുന്നതിനും മുൻപ് നൽകിയ വിവരങ്ങൾ പുതുക്കുന്നതിനും എല്ലാ കർഷകരും തയ്യാറാകണമെന്ന് കൃഷി ഡയറക്ടർ അറിയിച്ചു. കർഷക രജിസ്ട്രേഷൻ വഴി കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സുതാര്യമായും നടപ്പിലാക്കുന്നതിന് സാധിക്കും. കാർഷിക ആനുകൂല്യങ്ങൾ നൽകുന്നതിനും എല്ലാ കർഷകർക്കും കാർഷിക വായ്പയുടെ പലിശയിളവ് നൽകുന്നതിനും കർഷക രജിസ്ട്രേഷൻ പ്രയോജനപ്പെടുത്തും. നാളികേര വികസന ബോർഡും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറും ചേർന്ന് നാളികേര ഉൽപാദക സംഘങ്ങളിൽ അംഗങ്ങളായ കർഷകർക്ക് കൽപ്പകശ്രീ എന്ന ഡെബിറ്റ് കാർഡ് പുറത്തിറക്കി. കേരളത്തിൽ 6394 നാളികേര ഉൽപാദക സൊസൈറ്റികളുണ്ട്. ATMകളിൽ നിന്ന് പണം പിൻവലിക്കാനും വിൽപ്പന കേന്ദ്രങ്ങളിലെ ഇടപാടുകൾക്കും ഇ-കോമേഴ്സ് ഇടപാടുകൾക്കും കർഷകശ്രീ കാർഡുകൾ ഉപയോഗിക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജൈവ കൃഷി ഉൾപ്പെടുത്തി. കൂടാതെ മൺകുളങ്ങൾ, തൊഴുത്ത്, ആട്ടിൻകൂട്, പന്നിക്കൂട് നിർമ്മാണം എന്നിവയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പന്നിയൂർ ഗോഡ് ഷെഡിന് രൂപം നൽകി. 4 മുതൽ 5 ആടുകൾ വളർത്താൻ യോജിച്ച ഈ കൂടിന് തറ വിസ്തൃതി 24 ചതുരശ്ര അടിയാണ്. 2x4 അടി വലിപ്പമുള്ള മടക്കാവുന്ന GI ഫ്രെയിമുകളും GI മേൽക്കൂരയുമുണ്ട് ഈ കൂടിന്. വില 30,000 രൂപയാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04602226 2014 സംസ്ഥാന കർഷക അവാർഡുകൾക്കുള്ള അപേക്ഷ നാമനിർദ്ദേശങ്ങൾ മെയ് 2 വരെ കൃഷിഭവനുകൾ സ്വീകരിക്കും. ജില്ലാതല കമ്മിറ്റിയുടെ ശുപാർശയോടൊപ്പം അപേക്ഷകൾ മെയ് 8-നകം കൃഷി ഡയറക്ടറേറ്റിൽ എത്തിക്കണമെന്ന് കൃഷി ഡയറക്ടർ അറിയിച്ചു. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഗ്രാസ് കാർപ്പ് മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. 3.5 മുതൽ 4.5 വരെ ഇഞ്ച് നീളമുള്ള ശുദ്ധജല മത്സ്യമായ ഇവ വാണിജ്യ മത്സ്യകൃഷിക്ക് യോജിച്ചതാണ്. 4 രൂപയാണ് ഒരു മീൻ കുഞ്ഞിന്റെ വില. മത്സ്യകർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447993980. ഭക്ഷ്യ സംസ്കരണത്തിൽ കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ വിഷയത്തിൽ 6 ആഴ്ചത്തെ പരിശീലനം നൽകുന്നു. രാജ്യത്ത് ഏറെ തൊഴിൽ സാധ്യതയുള്ളതാണ് ഭക്ഷ്യ സംസ്കരണം. മെയ് 5 മുതൽ ജൂൺ 13 വരെയാണ് പരിശീലനം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിനും വിശദവിവരങ്ങൾക്കും വിളിക്കാവുന്ന ഫോൺ നമ്പർ 9995542141. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 13,800 രൂപ, കോഴിക്കോട് 17,100. കൊപ്ര കൊച്ചി 9,930, കോഴിക്കോട് 9,750. കുരുമുളക് അൺഗാർബിൾഡ് 58,500, ഗാർബിൾഡ് 61,500. ചുക്ക് മീഡിയം 21,750, ബെസ്റ്റ് 23,750. മഞ്ഞൾ സേലം 8,600, ഈറോഡിൽ 8,900. അടയ്ക്ക 21,000 മുതൽ 25,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,800 രൂപ, RSS 4ാം ഗ്രേഡ് 12,200. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,800 രൂപ, RRS 4ാം ഗ്രേഡ് 12,250. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 13,800 രൂപ, കൊപ്ര 9,330, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,500, റോട്ടറി 2,900. കുരുമുളക് അൺഗാർബിൾഡ് 58,500, ഗാർബിൾഡ് 61,500. ചുക്ക് മീഡിയം 21,750, ബെസ്റ്റ് 23,750. മഞ്ഞൾ നാടൻ 9,900, അടയ്ക്ക പുതിയത് 21,000 മുതൽ 25,000 വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 280 രൂപ മുതൽ 290 രൂപ വരെ. തൊണ്ടില്ലാത്തത് 500 രൂപ മുതൽ 550 രൂപ വരെ. ജാതിപത്രി 850 മുതൽ 900 വരെ. ഗ്രാമ്പു 840 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിന്റലിന് 11,800 രൂപ, RSS 4ാം ഗ്രേഡ് 12,200 രൂപ. ഒട്ടുപാൽ 8,000 രൂപ, ലാറ്റക്സ് 8,100 രൂപ. കമ്പോള അവലോകനം.
നാളികേര ഉൽപാദനം നടപ്പു വർഷം 10% കുറയുമെന്ന നാളികേര വികസന ബോർഡിന്റെ വിലയിരുത്തൽ കർഷകർക്ക് മെച്ചപ്പെട്ട വില വരും ദിനങ്ങളിലും ഉറപ്പുവരുത്താൻ അവസരമൊരുക്കും. കേരളത്തിലും കർണാടകത്തിലും ആന്ധ്രയിലും ഉൽപാദനം കുറഞ്ഞു. അനുകൂല വാർത്ത പുറത്തു വന്നെങ്കിലും ഇന്ന് കൊച്ചിയിൽ വെളിച്ചെണ്ണ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. തേക്കടിയിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ കയറ്റുമതിക്ക് അനുയോജ്യമായ വലിപ്പം കൂടിയ ഇനങ്ങൾക്ക് കിലോഗ്രാമിന് 946 രൂപ വരെ ഉറപ്പുവരുത്താനായി. അതേസമയം ശരാശരി ഇനങ്ങൾ 720 രൂപയിൽ ലേലം കൊണ്ടു. മൊത്തം 36,155 കിലോ ഏലക്കയുടെ കൈമാറ്റം നടന്നു. രാജ്യാന്തര റബ്ബർ വിപണിയിലെ ഉണർവ് മുൻനിർത്തി ആഭ്യന്തര ടയർ നിർമ്മാതാക്കൾ ഷീറ്റിൽ താൽപര്യം കാണിച്ചു. ഓഫ് സീസൺ ആയതിനാൽ പ്രമുഖ വിപണികളിൽ ചരക്ക് ക്ഷാമം രൂക്ഷമാണ്. 4ാം ഗ്രേഡ് കിലോ 122 രൂപയിലാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.3, 24.9. കൊച്ചി 32.8, 24.6. ആലപ്പുഴ 33.8, 26.5. പുനലൂർ 34.6, 23. തിരുവനന്തപുരം 33.7, 25.8 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.